ഇൻസ്റ്റഗ്രാമിൽ അസംഖ്യം ഫോളോവേഴ്സ്, ഫോട്ടോകൾക്കെല്ലാം നിരവധി ലൈക്കുകൾ, പേരിൻ്റെ അറ്റത്ത് ഡോക്ടർ എന്നും കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇൻഫ്ലുവൻസറായ ഒരു ഡോക്ടറെ കുറിച്ചാണ് പറയുന്നതെന്ന് കരുതിയെങ്കിൽ തെറ്റി. നിരവധി പേരെ ജോലി തട്ടിപ്പിനിരയാക്കിയ കാർത്തിക പ്രദീപ് എന്ന യുവതിയെക്കുറിച്ചാണ്. UK-യിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ആളാണ് ഈ കക്ഷി. യൂറോപ്യൻ രാജ്യങ്ങളിൽ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട അനേകം പേരുടെ പക്കൽ നിന്ന് കോടികളാണ് കാർത്തിക പറ്റിച്ചത്. ടേക്ക് ഓഫ് എന്ന സ്ഥാപനത്തിൻ്റെ മറവിലായിരുന്നു ഈ തട്ടിപ്പ്. പറ്റിക്കപ്പെട്ടവർക്ക് കയ്യും കണക്കുമില്ല. പോയ പണത്തിനാകട്ടെ ഒരു ഗ്യാരണ്ടിയും ഉണ്ടായില്ല. ചോദിക്കാൻ പോയാൽ ഗുണ്ടകളെ കൊണ്ടടക്കം ഭീഷണിപ്പെടുത്തും. പറ്റിക്കപ്പെട്ടുവെന്ന് മനസ്സിലാകുമ്പോൾ പരാതി പോകുന്നു. ഒടുവിൽ തട്ടിപ്പുകാരിക്ക് പൂട്ടുവീഴുന്നു. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ സ്വദേശിനിയിൽ നിന്ന് 5 ലക്ഷം രൂപയിലധികം തട്ടിയ കേസിലാണ് കാർത്തിക അറസ്റ്റിലാകുന്നത്. സോഷ്യൽ വർക്കറായി ജോലി വാങ്ങി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ബാങ്ക് അക്കൗണ്ട് വഴിയും UPI വഴിയും പണം കൈമാറി. എന്നാൽ ജോലിയുമില്ല, യാതൊരു വിവരവുമില്ലെന്നായതോടെയാണ് വലിയൊരു തട്ടിപ്പിൻ്റെ കഥ പുറത്തു വരുന്നത്. ഉക്രൈനിൽ MBBS പഠിക്കുന്ന കാലം മുതൽ തന്നെ കാർത്തിക തട്ടിപ്പ് ആരംഭിച്ചെന്നാണ് കണ്ടെത്തൽ. തട്ടിപ്പിൽ ഭർത്താവിനും പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പേരിന് മുൻപാകെ ഡോക്ടർ എന്ന് എഴുതിയത് പോലും ഒറിജിനലാണോ എന്നാണ് സംശയം. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ അടിമുടി വ്യാജ. തലസ്ഥാനത്ത് നിന്നും മാത്രം 65 ലക്ഷം രൂപയാണ് കാർത്തിക തട്ടിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ പണം ലഹരി ഇടപാടുകൾക്ക് ഉപയോഗിച്ചിരുന്നുവെന്നും പോലീസിന് സംശയമുണ്ട്. പണം തിരികെ ചോദിച്ചാൽ കാർത്തിക മറ്റൊരടവെടുക്കും. ഒന്നല്ലെങ്കിൽ കേസ് കൊടുത്ത് കോടതിയിൽ നിന്ന് വാങ്ങിക്കോ, അല്ലെങ്കിൽ ദാ ഇത്. ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ താൻ കൂടുന്നുണ്ടോ? ആയോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിക്കരുത് കേട്ടോ. ഇത്രയും നാളെ ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കട്ടോട്ട് ആവശ്യമില്ലാത്ത ഏതവനാണെങ്കിലും പറയാനുള്ളത് കാര്യം അറിയാവുന്ന എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നിക്കരുത്. തന്റെ ഒന്നും കാശ് വാങ്ങിച്ചിട്ടല്ലോ ജീവിക്കുന്നത്. എന്തറിഞ്ഞിട്ടാണ് താനക്ക് വർത്താനം പറയാൻ നിൽക്കുന്നത്? എന്റെ ഹസ്ബൻഡ് അനിയൻ മരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, പ്രതികരിക്കാണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? പിന്നെ 90 ദിവസത്തെ എഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നിയമപരമായിട്ട് നീങ്ങിയിട്ടുമുണ്ട്. അതെ, പറ്റിച്ച് ജീവിക്കാം. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? എന്റെ മെസ്സേജ് എങ്ങാനും അടിക്കാമെങ്കിലുണ്ടല്ലോ. ഒന്നും രണ്ടുമല്ല, കോടികളാണ് കാർത്തിക തട്ടിയെടുത്തത്. വിശ്വാസയോഗ്യമായ രീതിയിൽ ഇടപെട്ട് പലരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടി. സോഷ്യൽ മീഡിയയിലടക്കം ഇടപെട്ട് നിരന്തരം വിശ്വാസ്യത കൈപ്പറ്റി. എന്നാൽ എല്ലാം ഒരു മുഖംമൂടിയായിരുന്നു എന്നതാണ് സത്യം. ഇനിയും പരാതികൾ ഒരുപാട് വരാനുണ്ട് എന്നാണ് സൂചനകൾ. അങ്ങനെയെങ്കിൽ വിദേശത്ത് ജോലി എന്നതിൻ്റെ പേരിൽ നടന്ന സമീപകാലത്തെ ഏറ്റവും വലിയ തട്ടിപ്പായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.